നമസ്കാരം. ചില ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടാലേ ഒറിജിനൽ ആണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ നമുക്ക് കൺഫ്യൂഷൻ വന്നു പോകും. നമുക്ക് ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കടയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ മൂവാറ്റുപുഴ അടുത്താണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റ്സ് ആണുള്ളത്. അതും പല ടൈപ്പ് പല കാറ്റഗറി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ പേരുകൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിനൊക്കെ പേരൊക്കെ എന്നോട് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം ഇവിടെയുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കാം, എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ വിലകൾ, അതേപോലെ തന്നെ ഇത് ശരിക്കും ഇൻഡോർ വെക്കാൻ പറ്റുമോ ഔട്ട്ഡോർ വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. വലിയ മരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ 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 പോട്ടിനകത്ത് വെക്കുന്ന ചെടികളും ഉണ്ട്. തുടങ്ങിയാലോ? വാ. ഇത് കണ്ടോ, ഈ ചെടിയൊക്കെ കാണാൻ ഇത് റിയൽ ചെടി തന്നെയാണ് കേട്ടോ. ഇതിന് ആർട്ടിഫിഷ്യൽ അല്ല, ഇത് റിയൽ ചെടി തന്നെയാണ്. കണ്ട പക്ക ആർട്ടിഫിഷ്യലാണെന്ന് തോന്നും, പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ആണെങ്കിലും ഇതൊക്കെ കണ്ടാൽ തന്നെ ആർട്ടിഫിഷ്യൽ ആണെന്നേ തോന്നുന്നു. ഇതെല്ലാം ഒറിജിനൽ അല്ലേ? റിയൽ ആണ്. ഇത് ആന്തൂറി അല്ലേ? പേര് എനിക്കറിയാം, ആന്തൂറിയത്തിന്റെ പേരറിയാലോ. അതിന്റെ ഫ്ലവറിന്റെ വലിപ്പം കണ്ടോ, നല്ല രസമാണ്, നല്ല കളറും അല്ലേ? ഭയങ്കര കളറാണ്. ഇത് നമുക്ക് പിങ്ക് ഉണ്ട് ആ സൈഡ്, പിങ്ക് ഉണ്ട്. അതും ഹെവി ബുഷ് ആയിട്ടുള്ള കളർ പാറ്റേൺ. ഇതെല്ലാം പീസ് ലില്ലിയാണ്, ഈ വൈറ്റ് ഫ്ലവറിലേക്കാണ്. ശരിക്കും ആന്തൂറിയത്തിന്റെ ഫ്ലവറോട് സാമ്യമുണ്ട്, പക്ഷെ അത് പീസ് ലില്ലി, പാത്തഫിൽ എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ലീഫാണ് അല്ലേ? ലീഫാണ്, പക്ഷെ ഇത് മറ്റേ നമ്മൾ പറഞ്ഞ മടിയന്മാരെ പോലുള്ള വാട്ടറിലുള്ള പ്ലാന്റ്സുകളാണ്. നമ്മൾ വെച്ചാൽ മെയിൻ്റനൻസ് വളരെ ഫ്രീ ആണ്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട് വെള്ളത്തിൽ വെക്കുന്നത്. അതായത് ചുമ്മാ വെച്ചാൽ മതി, വെള്ളം അടിയിൽ വെള്ളം ഒഴിക്കുന്നു. ഇതൊക്കെ അതിന്റെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് അതിന്റെ ഒരു 5-6 വെറൈറ്റി നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ അടിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്യാണ്, നനയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെ ചെടി ഡാമേജ് ആയി, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. വളമൊക്കെ അപ്പം വളം നമുക്ക് ഈ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പ്രേ ആയിട്ടും കൊടുക്കാം, ലീഫ് സ്പ്രേ ആയിട്ടും നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ്. അപ്പൊ മെയിൻ ആയിട്ടും ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം കൂടി പോയി ചീഞ്ഞു പോയി, വെള്ളം കുറഞ്ഞു പോയി ചീഞ്ഞു പോയി, ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ അല്ലേ? ഇത് ഒരുപാട് ഇൻഡോർ വെക്കാതിരുന്നാൽ മതി. ഒരു സെമി ഇൻഡോർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോറും വെക്കാം, ഇൻഡോറും വെക്കാം. ഇൻഡോർ എന്ന് വെച്ചാൽ ഭയങ്കര ഇരുട്ടുള്ളിടത്ത് കൊണ്ട് വെക്കാം എന്നല്ല അതിന്റെ അർത്ഥം. നമുക്കിപ്പോൾ ഒരു ബാൽക്കണി പോലുള്ള ഏരിയയിൽ, അതുപോലെ ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊക്കെ വെക്കാം. കാരണം ഇതിങ്ങനെ നല്ല ബുഷ് ആയതുകൊണ്ട് അതിന്റെ ഇല ഉണ്ട്, എണ്ണ വെട്ടി വെച്ചേക്കുന്നതിന്റെ ഒരു ഫീൽ കിട്ടുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഔട്ട്ഡോറും മരമായിട്ടുള്ളത് വേറൊരു വെറൈറ്റി ഉണ്ട്. ഇത് അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി. ഇത് റബ്ബർ പ്ലാന്റ് തന്നെ പറയുന്നത്. ഈ റബ്ബറിനകത്തുള്ള പോലെ ഒരു ചെറിയ പാലുണ്ടല്ലോ അതിന്. ആക്ച്വലി ഫൈക്കസിന്റെ ഫാമിലിയാണ് റബ്ബർ പ്ലാന്റ് എന്നും അത് പറയും. ഇത് കണ്ടോ, ഇത് കാണാനും നല്ല രസമാണ്. ഇതിനകത്ത് എന്തോ ഒരു ഫ്ലവർ കൊണ്ട് കുത്തി വെച്ച പോലെ ഇരിക്കും കണ്ടാല്. ഇനി ഇതിനകത്ത് അഡീഷണലി ഇപ്പൊ ഈ സൈഡിൽ ശ്രദ്ധിച്ചറിയാം, ഈ സൈഡിൽ കൂടെ വീണ്ടും ഫ്ലവർ വരും. ഫ്ലവറിന്റെ പുറത്ത് ഫ്ലവർ എന്ന് പറയുന്ന രീതിയിൽ അത് വേറെ കളറാണ്. അത് ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളർ, നല്ല രസം അത് കാണാനായിട്ട്. ഇത് രസമല്ല കാണാനായിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഞാൻ സാധാരണ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ചെടികളോട് നല്ല പരിചയമുള്ളവരാണെന്ന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആന്തൂരി ആയിക്കോട്ടെ, പീസ് ലില്ലി ആയിക്കോട്ടെ, നമുക്കൊരു ബൊക്കെ കൊടുക്കുന്ന പോലെ നമുക്കിപ്പോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ബൊക്കെ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇതെന്താ പഞ്ഞിമരോ? അത് പഞ്ഞിമരല്ല, അത് പച്ചിറ, മണി ട്രീ എന്നൊക്കെ പറയും വാസ്തു പ്രകാരം. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് ഐശ്വര്യം ഇങ്ങനെ വാരിക്കോരി വരുത്തുക എന്നുള്ള രീതിയിലുള്ള മറ്റേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചെടികളെല്ലാം കൂടെ നമുക്ക് പൈസ നമ്മളെല്ലാവർക്കും കൊടുക്കുവാണല്ലോ, പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പൈസ ഇത് തന്നെയാണ് വെൽത്ത് അല്ലേ? വെൽത്ത് ഇത് തന്നെയാണ് വെൽത്ത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ആണെങ്കിലും നല്ല. ഇത് ഇൻഡോർ ഇരിക്കുമോ? ഇത് ഇൻഡോർ അല്ല, ഒരു നമ്മുടെ വരാന്ത വരെ പറ്റത്തുള്ളൂ. ഇത് നിറയെ ഫ്ലവർ ആവട്ടെ. അപ്പൊ ഇത് ഫ്ലവർ ഇല്ല, ഇത് അസീലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിങ്ങനെ ബ്രൈഡ് ചെയ്ത് കുറെ അധികം ചെടി ബ്രൈഡ് ചെയ്തിരിക്കുന്ന. ഇത് ഫ്ലവറിങ് ആകുമ്പോൾ ഇത് മൊത്തം ഫ്ലവർ ആവും. ഇപ്പൊ ഫ്ലവറിങ് ആയിട്ടില്ല. എന്ത് കളർ വരും? ഇതൊരു റെഡ് കളറാണ് മൊത്തം ഫ്ലവറിന്, ഫുള്ള് റെഡ് ഫ്ലവർ. ഇതിന് എന്ത് വില വരും? ഇതൊരു 8,000 അല്ല 10,500. അത്ര അധികം ചെടിയാ. ഒരു 30ഓളം ചെടി നമ്മൾ ബ്രൈഡ് ചെയ്തിട്ട് ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കേട്ടോ, പുറത്തുനിന്ന് ചൈനയിൽ നിന്ന്. ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പൊ നോക്കി അറിയാൻ പറ്റും, ഈ ഹൈറ്റ് ഉള്ള ഒരു ചെടിയാണ് അസീലിയ പോലെ. അത് വളരെ സ്ലോ ഗ്രോത്ത് ചെടിയാണ്. ആ ഒരു ചെടീനെ, ഇത്ര ഉള്ള ചെടീനെ നമുക്കൊരു 30ഓളം ചെടികൾ കണ്ടോ, ഇൻഡിവിജ്വൽ പ്ലാന്റ് പല ചെടികളാണ്. അതായത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കോസ്റ്റേ അല്ല. കാരണം 30 ചെടി ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിന്റെ ചെടി മേടിക്കാനായി തന്നെ കോസ്റ്റിലേക്ക് പോകും. പക്ഷെ എല്ലാം കൂടെ ബ്രൈഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ആർട്ട് വർക്കാണ്. ആക്ച്വലി ചെടി മേടിക്കുന്നതിന് ഒരു ആർട്ടാണത്. കാണിച്ചാൽ ഇതുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതുണ്ട്, നിങ്ങൾക്ക് ഒരു ബൊക്കെ പോലെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എന്തോരം ഫ്ലവറാന്ന് നോക്കി. ചെടിയുടെ ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ചട്ടി തന്നെ ഏകദേശം ഒരു 100-120 ചെടി വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ബ്യൂട്ടി. അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ചെടിയെ നശിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിപ്പോ സോയിലാണ്. ചേട്ടൻ ഇപ്പൊ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പൊ
ഇച്ചിരി നമ്മൾക്കൊരാൾക്ക് കൊടുത്തു, അവർക്ക് നോക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലതേ, അടിയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുക, അതുകൊണ്ട് റൂട്ട് വന്നേനാണ്ടോ, മുകളിൽ സോയിലിൽ ചെടി നിൽക്കുന്നു, വെള്ളം ഒഴിച്ച് നമുക്ക് എവിടെയെങ്കിലും വെക്കുന്നു, കണ്ടോ ഇതും കൊടുക്കാം ഒരു ബൊക്കെ പോലെ. അത് കിട്ടുന്ന ആൾക്ക് ബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച നിൽക്കും, ഇതാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് വേണമെങ്കിൽ നിൽക്കാം അല്ലേ? ലൈഫ് ലോങ് നിൽക്കാം. അവർക്കൊരു ഇൻട്രസ്റ്റ് ആണ്, വീട്ടിൽ കൊണ്ടുപോകാം, ചിലപ്പോൾ വീട്ടിൽ അവർക്ക് ഫാമിലിയിൽ ഇത് പ്രസന്റ് ചെയ്യാം. നല്ല കോൺസെപ്റ്റാണ്. അത് ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളും അത് ആ കോൺസെപ്റ്റ് ഇപ്പോൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് കമ്പനികളായാലും. നമുക്ക് എത്ര വെറൈറ്റി ചെടികളുണ്ട് ഇതിനകത്ത് തന്നെ? ഇത് നമുക്ക് വെറൈറ്റീസ് ഇപ്പോൾ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒരു 100-200ഓളം വെറൈറ്റി നമുക്ക് പല രീതിയിലുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഷെഡിനകത്ത് നിൽക്കുന്നതെല്ലാം തന്നെ ഇൻഡോർ വെക്കുന്നത്, സെമി ഇൻഡോർ വെക്കുന്നത്, അതായത് വെയിൽ വേണ്ടാത്ത സാധനങ്ങളാണ് നമ്മൾ ഷെഡിനകത്ത്. ഈ താഴത്തെ ഏരിയയിൽ ഇപ്പോൾ ഈ സ്റ്റാൻഡ് അങ്ങേറ്റം വരെ കാണുന്നതെല്ലാം ഒരു ടേബിൾ ടോപ്പ് കൺസെപ്റ്റ്, അതായത് ഇപ്പോൾ ഒരു നമ്മൾ ചട്ടിയിൽ വെക്കേണ്ടത്. പിന്നെ മുകളിലേക്ക് കാണുന്നതെല്ലാം വലിയ മരങ്ങൾ. ഇപ്പം നമുക്ക് ചിലർക്കറിയാം എനിക്ക് ഇൻഡോർ വലിയ ട്രീ വേണം, അതായത് ഒരു കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പമുള്ളത് വേണം, അങ്ങനത്തെ കൺസെപ്റ്റിലുള്ളതാണ് മുകളിലേക്കുള്ള എല്ലാം വലിയ ട്രീകൾ. വീട്ടിനകത്ത് തന്നെ ഒരു ചെറിയ കാട് വേണമെന്നുള്ള കാട് അതിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ മുതൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടോ ഉള്ള വേണം. അപ്പൊ അങ്ങനത്തെ ഉള്ള കൺസെപ്റ്റിൽ നമുക്ക് സെലക്റ്റീവായിട്ട് പല രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടുത്തെ ഉണ്ട് എല്ലാം നമ്മൾ മുകളിലുണ്ട്. താഴെ ഇപ്പോൾ വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഒരു നമ്മുടെ ഈ പാനയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മള് പറയത്തില്ലേ കൈതയെന്നൊക്കെ പറയുന്നത്, അതുപോലെ ഇരിക്കുന്ന അത് കൈതയുടെ ഇല പോലെ, അത് ഡ്രസീന ഡ്രാക്കോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് മുകളിലേക്ക് പോകണത് അങ്ങനെ പോകാം. ഇതുണ്ട്, ഇതൊരു ആർട്ടാണ്. ഇത് ലക്കി ബാമ്പു ഇല്ല നമ്മള് മണി ഇപ്പൊ അവിടെ തുടക്കത്തിൽ കണ്ട ലക്കി ബാമ്പുവിന്റെ വെറൈറ്റിയാണ്. അതിനെ വലിയ സൈസിനെ നമ്മളിങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ വരാന്തേലും നല്ലൊരു ചട്ടിക്കകത്ത് വെച്ചാൽ നല്ല നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഞാൻ പറഞ്ഞ ഇതിന്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല സൈസസ് ഉണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇൻഡോർ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടറിയാം അതിന്റെ ഒരു സ്ട്രക്ചറും ആ ഒരു ഫീൽ ഗുഡ് ആണ്, ഒരു ഫീൽ ഗുഡ് പ്ലാന്റ് എന്ന് പറയാം. നമുക്കത് ഒരു പച്ചപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് പ്ലാന്റ്, നല്ലൊരു ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു CC പ്ലാന്റിന്റെ പല വെറൈറ്റി. ഇത് ഡാർഫ് വെറൈറ്റിയാണ്, ഇത് നമുക്ക് ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇതിപ്പോ നമ്മൾ എല്ലായിടത്തും കാണാറുള്ള റെഗുലർ വെറൈറ്റിയാണ്, ഏറ്റവും കൂടുതൽ. അങ്ങനത്തെ ഒരു 3 വെറൈറ്റിയാണ് ഇപ്പം കോമൺലി ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്, അത് അത്ര കോമൺ അല്ല. ഇതോ ഇത് നമ്മുടെ മണി പ്ലാന്റിന്റെ തന്നെ ഇൻഡോർ വെക്കുന്ന, മണി പ്ലാന്റ് തന്നെ മോസ്റ്റിക്കിൽ കയറ്റിയിരിക്കുന്നത്. നമുക്കിപ്പോ പിക്ചറൈസേഷനിലൊക്കെ കാണാം, അതിപ്പോ ആർട്ടിഫിഷ്യലൊക്കെ കാണുന്നുണ്ടാവും ഇതിന്റെ, അതേപോലെ തന്നെ അത്ര ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത്. നല്ലതായിട്ട് ഇലകൾ അടുത്ത് നിൽക്കും, അത് നല്ല ക്വാളിറ്റിയുള്ള ചെടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ മറ്റേത് ആ മണി പ്ലാന്റ് തന്നെയാണോ? അത് മണി ട്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ വലുതാണ്. അതും വന്നാൽ നമുക്ക് അതിനകത്ത് ഒരു ക്രാഫ്റ്റ് കാണാം കേട്ടോ. അതിന് ബൾബ് പോലാണോ? അത് താഴെ ബൾബ് അല്ല, ഇത് 3 മരം കാണാൻ സാധിക്കും. 3 മരം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുണ്ട്, ഇത് 3 ട്രീയാ. 3 ട്രീനെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒറ്റ മരമാക്കി വിട്ടേക്കാം. അപ്പൊ ഇത് ആക്ച്വലി ഒരു ഭയങ്കര ക്രാഫ്റ്റ് ആണിത്. പിന്നെ മുകളിലേക്ക് നമുക്ക് ഇല പോലെ ഇത് നന്നായിട്ട് ഇൻഡോർ വെക്കാം. നമ്മളിപ്പോ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതില്ലാത്ത ഓഫീസുകൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതുണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് ബേഡ് ഓഫ് പാരഡൈസ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ചെടിയാണ് അത്. അതിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ചെടി. ഇപ്പൊ നിരന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു ക്രൗഡഡ് ഫീൽ തോന്നുന്നു. ഇത് ഇപ്പൊ എന്നോട് ചോദിച്ച ഡ്രസീന ഡ്രാക്കോയുടെ ഏറ്റവും ചെറിയൊരു സൈസാണ് 3 പ്ലാന്റ് വരുന്നത്. ഇതിപ്പോ നമുക്കിപ്പോ നോർമലി ഒരു വരാന്തയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണി ഏരിയയിലോ അല്ലെങ്കിൽ കയറി വരുന്ന സിറ്റൗട്ടിലൊക്കെ നമുക്ക് ഒരു ചട്ടിയിലാക്കി വെക്കാൻ പാകത്തിനുള്ള. ഇത് അതിന്റെ നെക്സ്റ്റ് വേർഷൻ. നമുക്ക് അങ്ങനത്തെ വേർഷൻസ് ഒരുപാടുണ്ട്, പല പല സൈസ് അനുസരിച്ച് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച്. ഈ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാവുന്ന ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മണി പ്ലാന്റുകളുണ്ട്. അത് ഓരോ കാറ്റഗറി വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ അവിടെ നിന്ന് തുടക്കത്തിൽ ഒരു ചെടി എടുത്തായിരുന്നേ, നമുക്ക് അങ്ങോട്ട് പോകാം. അതിന്റെ പേരെന്തത്? അത് ബ്രോമിലിയാർട്സ്. അതിന്റെ ഫ്ലവർ കണ്ടാൽ നമുക്ക് ഏതൊവർക്കും ഭയങ്കര അട്രാക്ഷൻ. പക്ഷെ അതിന്റെ ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം വരെ ആ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. പക്ഷെ കണ്ടിന്യൂസ് ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ട് അടുത്ത മാസം തന്നെ ഫ്ലവർ ഉണ്ടാവില്ല. ഫ്ലവർ ഉണ്ടാവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം 4 മാസത്തോളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് പക്ഷേ അത് ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോഴല്ലോ ഭയങ്കര. അത് എത്ര വില വരുന്നതാണ്? അത് വരുമ്പോൾ ഒരു 750. ഞാൻ വിചാരിച്ചത് മറ്റേതിന് 3000 പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് അത് 3000 പറയാനുള്ള റീസൺ ആർട്ട് വർക്ക്. ഇവിടെ എത്ര രൂപ മുതൽ നമുക്ക് ചെടികൾ കിട്ടാൻ തുടങ്ങാം? ചെടികൾ നമുക്കിപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെടികളിലേക്ക് വരുമ്പോൾ 15 രൂപ മുതൽ ചെറിയ ചെടി മുതൽ നമുക്ക് ഇപ്പോൾ കറന്റ് സ്റ്റോക്ക് ഉള്ളത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒലിവാണ്. ഒലിവ്സ് നമുക്കിപ്പോൾ ഇപ്പോൾ കറന്റ് സ്റ്റോക്ക് 9 lakh വരെയുള്ള ഒലിവ്സ് ഉണ്ട്. അതാണ്. പിന്നെ ഫൈക്കസ് ഒക്കെ ആണെങ്കിൽ തന്നെ വലിയ ഫൈക്കസുകളൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 7 lakh വരെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ചെയ്യാറ്. ഒലിവാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന 15 ലക്ഷം രൂപയുടെ ഒലിവാണ്. നമ്മൾ ഒറ്റ പ്ലാന്റ് നമ്മൾ ബാംഗ്ലൂർക്ക് കൊടുത്തിട്ടുണ്ട്, വലുത്. നമ്മുടെ ഇൻസ്റ്റാ കണ്ടാൽ പറയാം, വലിയ ട്രക്കിലൊക്കെ നമ്മൾ അത് ലോഡ് ചെയ്ത് വിട്ടത് നമ്മൾ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കാക്ടസ് ഉണ്ട്. ഒരു സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള 1-2 പേർക്ക് ഈ കാക്ടസിന്റെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പല ടൈപ്പ് കാക്ടസിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി ആയിട്ട് കൂടുതൽ
ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് കാക്ടസിനും ഈ സക്കുലൻസിനും ഒരുപാട് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല കേരളത്തിൽ. കാരണം നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിൽക്കുന്നതാണ്. പക്ഷേ എന്ന് വെച്ചാൽ സക്കുലൻസ് കാക്ടസിലും വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. ഈവൻ നമ്മുടെ ബാംഗ്ലൂർ, ഊട്ടി അങ്ങനെ ആ ഒരു ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് സർവൈവ് ആവും, പക്ഷെ എല്ലാ വെറൈറ്റിയും അത്ര സൂട്ടബിൾ അല്ല നമ്മുടെ. പിന്നെ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ പോയാൽ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ താമര പോലെ പല കളർ സ്ട്രക്ചർ നമുക്ക് കൊതിയാവുന്ന രീതിയിലുള്ള സാധനം ഉണ്ട്. അത് നമ്മൾ കൊണ്ടുവരാറില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിൽക്കുക എന്നുള്ള മാത്രമല്ല, കൊണ്ടുപോകുന്ന ആൾക്ക് കുറച്ച് നാളെങ്കിലും അതൊരു സർവൈവിംഗ് പാർട്ട് വേണമല്ലോ. ഞാൻ ജെറിയുടെ കൂടെ നേരത്തെ വന്ന് വീഡിയോ ചെയ്തതാണ്. അത് ഫുഡ് ആൻഡ് ട്രാവലിന് വേണ്ടിയായിരുന്നു. ലോങ് ടൈം 2020 കാരണം കോവിഡ് അങ്ങോട്ട് തീർന്നില്ല. കോവിഡിന്റെ പീക്ക് ടൈം കുറഞ്ഞു വന്ന സമയത്ത് മാസ്ക് ഒക്കെ ഇട്ട് വന്നിരുന്നതാണ്. അന്ന് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലല്ലായിരുന്നു, വേറൊരു പ്രോപ്പർട്ടി. നമുക്ക് അന്നേരം 3 സ്ഥലത്തായിരുന്നു. അവിടെ രണ്ടിടത്തും പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അന്ന് ബോട്ടിൽ ക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ബോട്ടിൽ ക്രാഫ്റ്റ് ഇപ്പൊ നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ. അത് അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയി ഇതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിലേക്ക് അങ്ങനെ ഞാൻ തന്നെ ചെയ്തു പോകുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, സമയം കിട്ടുന്നില്ല. ഇതിനകത്ത് വരുന്ന ചെടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലത്തു നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെജോറിറ്റി ആയിട്ട് നമ്മൾ പുറം രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. തായ്ലൻഡിൽ നിന്നുണ്ട്, ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ ഈ എക്സോട്ടിക് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. ഏകദേശം ഒരു എത്ര ശതമാനം പുറത്തുനിന്ന് വരുന്നുണ്ടോ? നമ്മുടെ ഇപ്പൊ ടോട്ടൽ വോളിയം ബിസിനസ്സിനകത്ത് ഒരു 80% നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. ചെടികൾ മാത്രമല്ല, ഇപ്പൊ ബാക്കിയുള്ള ആക്സസറീസ്, സ്റ്റാച്യൂസ്, പോട്ടറി അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ബിസിനസ്സിലുള്ള 80% നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ ചെടികളാണ്. ഞാനിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രം, ഇൻഡോർ സെമി ഇൻഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സ് നമ്മൾ കാണിച്ചിരുന്നു. അതേസമയത്ത് വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്താണ്. ഇത്രയും കളർ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ചിലർക്ക് ബോറായിട്ട് തോന്നും, വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ കളർഫുൾ ആയിട്ടുള്ള ചെടികൾ കണ്ടപ്പോൾ അത് തന്നെ ഒരു കണ്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ താല്പര്യമുള്ളവരുണ്ടാവും. ചെടി ഇൻഡോർ വെക്കാനും സെമി ഇൻഡോർ വെക്കാനും. നമുക്ക് ചിലപ്പോഴാണ് ഈ ജനലിന്റെ സൈഡിൽ വെക്കാം അല്ലെ, സെമി ഇൻഡോർ ഒക്കെ. സെമി ഇൻഡോർ എന്ന് പറയുന്നത് അതാണ്, ജനലിന്റെ സൈഡ് വെക്കാം. പക്ഷെ ഒരു എയർ സർക്കുലേഷൻ വേണം. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ കൊണ്ടുവന്ന് വെയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് കൊണ്ടുവന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അടച്ചിട്ടാൽ നമുക്ക് ചെടി എന്ന് പറയുന്നത് ഈക്വലി മനുഷ്യരെ പോലെ തന്നെയാണ്. എല്ലാ വികാരങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്കത് ശരിക്കും മനസ്സിലാവും. കാരണം ഇപ്പൊ വെയിലത്തിരിക്കുന്ന ചെടീനെ എടുത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് തണലത്തേക്ക് കയറ്റി വെച്ചാൽ പിറ്റേ ദിവസം പനി പിടിക്കുന്ന പോലെ നമുക്കിപ്പോൾ തണുപ്പത്തുനിന്ന് ചൂടത്തേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം ചെടികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷെഡ് തന്നെ ഉണ്ടാക്കി ഇതിനെ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് ഇൻഡോർ കൊണ്ടുവച്ചാൽ ഇതേ സ്പീഡ് തന്നെയാണല്ലോ നമുക്ക് ഒരു ഇൻഡോറിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് പ്രോപ്പർ വേയിൽ നമ്മൾ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്ലൈമറ്റിൽ തന്നെ ചേഞ്ച് വരാതിരിക്കാനായിട്ട്. നിങ്ങൾ ഈ വിദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ചെടികൾ നഷ്ടപ്പെട്ടു പോകാറില്ലേ? പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഓൺ ദ വെയിൽ വരുന്ന ഡാമേജസ് ഉണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ക്വാറന്റൈൻ പ്രൊസീജിയർ ഉണ്ട്. ആ സമയത്ത് കുറെ ചെടികൾ ഡാമേജ് വരാം. അത് ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിസ്ക് ആണല്ലോ. കാരണം ജീവൻ വെച്ചല്ലോ. ഇപ്പൊ അത് നമ്മുടെ ഫീൽഡിലുണ്ട്. ഈ കിളികൾ, പക്ഷികൾ, പൂച്ച, അങ്ങനത്തെ ഈ നമ്മളെ മത്സ്യങ്ങൾ വിൽക്കുന്ന എല്ലാ ഒരു ജീവനുള്ള കളികൾ എന്ന് പറയുന്ന റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും തന്നെ അതൊരു പാഷനായിട്ടും എൻജോയ് ചെയ്തും മാത്രം ചെയ്യുന്നവരാണ്. എന്നാലാണ് അതൊരു സർവൈവിംഗ് ഫാക്ട് അതിനകത്തുള്ളൂ. കാരണം അതൊരു പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കൊണ്ടുപോകാൻ പോകില്ല. ഇതിനകത്ത് ഒരുപാട് പുറകിൽ ഒരുപാട് ലേബേഴ്സ് ഇൻവോൾവ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ പുറകിൽ ഇപ്പോൾ നമ്മളൊരു വലിയ ടീമിൻ്റെ ഒരു എക്സ്പേർട്ടുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് സജഷൻ കൊടുക്കാനും നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പുറകിൽ നമ്മുടെ ഒരു വലിയ ടീമിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിനകത്ത്. അത് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എങ്ങനെ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനായിട്ട് ജെറി പറഞ്ഞ പോലെ 15 രൂപ മുതലുണ്ട് അല്ലേ? ചെറിയ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ചെറിയ 15 രൂപ മുതൽ ലക്ഷങ്ങൾ വരെയുള്ള ചെടിയുണ്ട്. എല്ലാ ടൈപ്പുള്ള ആൾക്കാരും ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ടൈപ്പിലുള്ള ആൾക്കാരെന്നല്ല, നമുക്ക് പല ടേസ്റ്റ് ആണ്, നമുക്ക് പല ടേസ്റ്റുകളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ചെറിയ ചെടികൾ, ചെറിയ ചെറിയ കളക്ഷൻസ് ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് വലിയ മരങ്ങൾ വെക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ വലിയ മരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് മാറ്റിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതിന്റെ കോസ്റ്റ് ഇൻവോൾവ്മെന്റ് വരും. അപ്പോൾ ബോൺസായി ഉണ്ടോ? പിന്നെ കാണുന്നതെല്ലാം ഒരു ബോൺസായി കാറ്റഗറിയാണ്. വലിയ സൈസുകൾ, വലിയ സൈസ് ഇരിക്കുന്നില്ല. അങ്ങനെ വേണ്ടവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ട്. ഈ സ്ഥലത്തിന് വരുന്നത് കടാതി. 2 കിലോമീറ്റർ മുമ്പ് എറണാകുളം ഹൈവേ. അപ്പൊ കടാതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ് ബോട്ടിൽ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് വന്നാൽ മതി. നല്ല നല്ല ചെടികളുണ്ട്, ഭയങ്കര അട്രാക്റ്റീവ്. നിങ്ങൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അല്ല, ഇതൊന്നും നമ്മളൊരു വന്ന് കാണുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഈ മറ്റ് നഴ്സറിയിൽ പോലെയല്ല, നമ്മൾ പലരായത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. മേടിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വരാൻ പറയുന്നത്. ഒന്ന് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് കേൾക്കാം. അതാണ് ഞാനും പറയാൻ മതി. നിങ്ങൾ വാങ്ങുമോ വാങ്ങാതിരിക്കുമോ, ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അത് മേടിക്കും, ഉറപ്പാണ്. നമ്മൾ അങ്ങനെ ഉറപ്പായിട്ടും ധൈര്യത്തോടെ പറയാലോ. വന്നു കഴിഞ്ഞാൽ എന്തായാലും മേടിക്കും. ഞാൻ പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വന്നൊന്ന് കാണാനായിട്ട്, ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും
നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾക്കൊന്ന് വരാം, അതിന് എൻട്രി ഫീസ് ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും. ഒരു പാർക്കിൽ വരുന്ന ഒരു ഫീലാണ്. പിന്നെ ഒത്തിരി പേര് ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് വന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. മെയിൻ ആയിട്ട് ഹോൾസെയിൽ ബിസിനസ് ആണ്. 60% നമ്മുടെ ബിസിനസിന്റെ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന 60% ബിസിനസ് ഹോൾസെയിലും 40% റീറ്റെയിലും അങ്ങനെയാണ്. കാരണം ഓൾ ഇന്ത്യ സപ്ലൈ ആണ്, അല്ലാതെ ഇത്രയും വലിയ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇവരുടെ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് ഏത് വേണേലും സ്വിച്ച് ഓവർ ചെയ്ത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇതുപോലെ കൂടുതൽ നല്ല നല്ല വീഡിയോസ് പല പല സ്ഥലങ്ങളിൽ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണുക, കൂടെ ഉണ്ടാവുക. നമുക്ക് സന്തോഷമായിട്ട് ചെടികളും വീടും ഒക്കെ ആയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും. താങ്ക് യു.